2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരുന്നത് മികച്ച നടൻ ആരായിരിക്കുമെന്നുള്ളതാണ്. ചാത്തനും പോറ്റിയും അല്ലാതെ മറ്റാരാണ് മികച്ച നടനായി ഈ വർഷം തിരഞ്ഞെടുക്കുക? അത്രമേൽ ഗംഭീരമായ പ്രകടനം. തിയേറ്ററിൽ കണ്ട് വണ്ടറടിച്ചു പോയ സിനിമയാണ് ബ്രഹ്മയുഗം സിനിമയോളം തന്നെ മികച്ചതാണ് മമ്മൂക്കയുടെ പ്രകടനം. ഒരു പക്ഷേ മമ്മൂക്കയിൽ നിന്ന് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള പ്രകടനമാണ് ബ്രഹ്മയുഗത്തിൽ ഉണ്ടായത്. 2 കഥാപാത്രങ്ങളെ അദ്ദേഹം ശരിക്കും വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് മമ്മൂക്ക സ്ക്രീനിൽ വന്നത്. മമ്മൂക്കയുടെ പല ഭാവപ്രകടനങ്ങളും മുൻപ് അദ്ദേഹത്തിൽ നിന്ന് വരാത്ത രീതിയിലുള്ളതായിരുന്നു. മോണോക്രോമിലാണ് രാഹുൽ സദാശിവൻ ഈ ചിത്രം ഒരുക്കിയത് എന്നുള്ളതും അഭിനയത്തിന്റെ ഒരു മികവ് വർദ്ധിപ്പിച്ചതായിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം മമ്മൂട്ടിയുടെ ചിരി പോലും ബ്രഹ്മയുഗത്തിലേത് ഗംഭീരമായിരുന്നു. കാരണം സിനിമയുടെ ടീസർ ട്രെയിലറൊക്കെ വന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള പ്രകടനം ശ്രദ്ധിച്ചിരുന്നു. അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് സിനിമയിലുടനീളം മമ്മൂക്കയെ കണ്ടിട്ടുള്ളത്. ആ ഒരു പ്രകടനം സംസ്ഥാന പുരസ്കാരം മാത്രമല്ല ദേശീയ പുരസ്കാരവും അർഹിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ദേശീയ തലത്തിൽ എന്താവുമെന്ന് അറിയില്ല. എന്തായാലും 2024 സംസ്ഥാന പുരസ്കാരത്തിന് മമ്മൂക്കയോളം അവകാശപ്പെട്ട അർഹതപ്പെട്ട മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. മലയാളത്തിന്റെ മഹാനടൻ 7ാം തവണയും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു കാവ്യ നീതിയാണ്. ഈ കാര്യത്തിലും അദ്ദേഹം ഒരു നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂക്കയാണ്. ദേശീയ തലത്തിലും ഏറ്റവും മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൂടുതൽ തവണ മമ്മൂക്ക തന്നെയാണ്. 3 തവണ അദ്ദേഹം മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇപ്പോൾ 7ാം തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും. മികച്ച കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കാനായി വെമ്പൽ കൊള്ളുന്ന ഒരു അഭിനേതാവിനെ തേടി പുരസ്കാരങ്ങളെത്തും. അതിൽ യാതൊരു സംശയങ്ങളുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു പതിറ്റാണ്ടിൽ 2 മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ സംസ്ഥാന തലത്തിൽ നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തെ തേടി മികച്ച കഥാപാത്രങ്ങൾ ഇനിയും എത്തട്ടെ. അദ്ദേഹത്തിന്റെ വാക്ക് കടമെടുത്താൽ ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും എന്ന് പറയുന്ന പോലെ ഇനിയും മിനുങ്ങാൻ വേണ്ടി അദ്ദേഹത്തെ തേടി മികച്ച കഥാപാത്രങ്ങൾ എത്തട്ടെ, മികച്ച പുരസ്കാരങ്ങളും എത്തട്ടെ.